സഞ്ജയും സോളിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ തലവേദനയൊക്കെ എടുത്തതിന് ശേഷം റോഡിന്റെ നടുക്കായിട്ടൊക്കെ പോയി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു യങ്സോന്റെ വണ്ടിയും അതുവഴിക്കൊക്കെ വരുന്നത്. സഞ്ജയോട് മാറുവാനായിട്ടൊക്കെ പറഞ്ഞ അവനും ഹോണൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും സഞ്ജു മാറാതെ ഇരിക്കുമ്പോഴത്തേക്കും അവനെ മിടിച്ചിടാമെന്ന ഭാവത്തോടു കൂടി തന്നെ യങ്സുവും വണ്ടിയുമായിട്ട് വരുന്നു. എങ്കിൽ പോലും ടൈസൺ അതൊക്കെ ശ്രദ്ധിക്കുകയും യങ്സുവിന്റെ വണ്ടിക്കിട്ട് ചെന്ന് ഇടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ സഞ്ജയും രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ അവനും തല ചുറ്റിക്കൊന്ന് വീഴുന്നു. ടൈസൺ പെട്ടെന്ന് തന്നെ യങ്സുവിനെ കാറിൽ നിന്നും പുറത്തിറക്കിയതിനു ശേഷം അറസ്റ്റ് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ യങ്സു വീണ്ടും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുന്നു. യങ്സുവിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ടൈസങ്ങും പിന്നാലെ തന്നെ പോകുകയാണ്. അങ്ങനെ ഇരിക്കെ റോഡൊക്കെ മുറിച്ചു കിടക്കുന്നതിനിടയ്ക്ക് അതിലെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയൊക്കെ യങ്സുവിനെ ഇടിക്കുകയും പാലത്തിന്റെ ഒക്കെ മുകളിൽ നിന്നും താഴത്തേക്കുള്ള വെള്ളത്തിലേക്കൊക്കെ യങ്സു വീഴുകയും ചെയ്യുന്നു. അവിടെ വെച്ച് തന്നെ യങ്സുവും മരിക്കുകയാണ്. പിന്നീടാകട്ടെ സഞ്ജയ് വെള്ളത്തിൽ വീണതിനെ കുറിച്ചും അതുപോലെ തന്നെ സോള് സഞ്ജയുടെ അടുത്ത് പ്രണയമൊക്കെ തുറന്നു പറഞ്ഞതിനെ കുറിച്ചും ഓർത്തുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൊക്കെ തുറക്കുന്നത്. സോളം ഇപ്പോൾ വീട്ടിലേക്ക് പോകുവാനായിട്ട് ടാക്സിയിലൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അതിലുണ്ടായിരുന്ന റേഡിയോ വഴി വാർത്തകളൊക്കെ അവളും കേൾക്കുന്നത്. അതിലാകട്ടെ യങ്സോ മരിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുമുണ്ടായിരുന്നു. മാത്രല്ല ഇതിനു മുമ്പ് യങ്സോ ഒരാളെ കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു കൊലപാതകത്തിന്റെ പേരൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് അത് യങ്സു തന്നെയാണെന്നുള്ള കാര്യമൊക്കെ സോളും ഉറപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കെ വാർത്തകളുടെ കൂട്ടത്തിൽ സഞ്ജയുടെ വാർത്തയും കൂടി വന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ എന്താണ് സംഭവിച്ചെന്ന് അറിയുവാനായിട്ട് അവളും ഫോണൊക്കെ എടുത്ത് നോക്കുന്നു. ഫോണുകളിലാകട്ടെ സഞ്ജയ്ക്ക് കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചെന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളും ആകെ പേടിച്ചു പോക്കുകയാണ്. അവനുണ്ടായിരുന്ന ഹോസ്പിറ്റലിന്റെ പേരൊക്കെ കമന്റ്സ് വഴി അവളും കാണിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾ കയറിയിട്ടുണ്ടായിരുന്ന വണ്ടിയൊക്കെ ബ്ലോക്കിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവളും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. മാത്രമല്ല സഞ്ജയും ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണൊക്കെ തുറന്ന് കഴിയുമ്പോൾ തന്നെ അവിടെ നിന്നും ഓടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഓടി ഓടി അവസാനം ഒരു പാലത്തിന്റെ ഒക്കെ അടുത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. സനുഷയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ സോൾ മനസ്സിലാക്കുന്ന സമയത്താകട്ടെ എല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവളും വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. എനിക്ക് കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് എന്നെ കാണുവാനായിട്ടായിരുന്നോ നീ ഓടി വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സനുജ ചോദിക്കുമ്പോഴാകട്ടെ അവളും അതൊന്നും തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവളോട് നീ എന്തിനാണ് കരയുന്നതെന്നൊക്കെ സനുജ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളും പോകുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. നിന്നെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം തന്നെ മറന്നുപോയ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ നീയും ഇതുപോലെ കരയാറുണ്ടോ എന്നൊക്കെ സഞ്ജയും ചോദിക്കുന്നു. സോളം അതിനൊരു മറുപടി പറയാതെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനും പറഞ്ഞില്ലായിരുന്നോ ഇതൊരു സാഡ് എൻഡിങ് ആണെന്ന്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ മാറ്റാം. അല്ല, അതൊക്കെ ഇപ്പോഴും തന്നെ മാറി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജയും ഓടിച്ചെന്ന് സോളിനെ ഹഗ് ചെയ്യുന്നു. സോളും അവനെ പിടിച്ചു മാറ്റുവാനായിട്ട് നോക്കുമ്പോഴാകട്ടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്തിരിക്കുന്നു എന്നൊക്കെ സരച്ച പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവളും മൊത്തത്തിൽ ഞെട്ടുന്നു. നീ എന്തിനാണ് നിന്നെ എന്റെ ഓർമ്മകളിൽ നിന്നും ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നത്? എനിക്ക് നീ ഇല്ലാതെ ജീവിക്കുവാൻ സാധിക്കുമെന്ന് എന്തുകൊണ്ടാണ് നിനക്കും തോന്നിപ്പോയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സഞ്ജു വിഷമിക്കുമ്പോഴത്തേക്കും സോളും കരയുന്നു. സഞ്ജയും സോളിനെ മറന്നു പോയതിൽ അവളുടെ അടുത്ത് ക്ഷമയൊക്കെ ചോദിച്ചതിന് ശേഷം അവളെയും കിസ് ചെയ്യുകയാണ്. വീട്ടിലെത്തി കഴിഞ്ഞും സോളിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ സഞ്ജയും ഇരിക്കുന്നു. ഇതുവരെ സോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒന്നും തന്നെ തനിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയാകട്ടെ ജീവിതകാലം മുഴുവൻ സോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ എപ്പോഴും സോളിന്റെ കൂടെ ഉണ്ടാകണമെന്നുമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇനി മുതൽ ഞാൻ ഒരു കാര്യങ്ങളും മറക്കുന്നതായിരിക്കുകയില്ല. നീ എന്റെ ഓർമ്മകളെ എല്ലാം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വീണ്ടും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കുന്നതായിരിക്കുമെന്നൊക്കെ സോളിന്റെ അടുത്തും സഞ്ജു പറയുന്നു. സോളും ഇനി ഒരിക്കലും അവന്റെ ഓർമ്മകളൊന്നും ഇല്ലാതാക്കുകയില്ല എന്നൊക്കെ അവനോട് പറയുകയാണ്. അപ്പോഴാണ് എന്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ഒരിക്കലും നിന്നെ മറന്നിട്ടില്ലായിരുന്നു എന്നൊക്കെ സഞ്ജയും പറയുന്നത്. അതായത് ഒരു ദിവസം അവനും ഈ ഒരു ലോക്കറ്റ് മാലയൊക്കെ കണ്ട സമയത്ത് അത് നോക്കി നിന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു ആ ഒരു ലോക്കറ്റൊക്കെ താൻ മേടിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് സഞ്ജയ് പറയുന്നത്. എന്റെ ബ്രെയിൻ നിന്നെ മറന്നിട്ടുണ്ടായിരുന്നെങ്കിലും എന്റെ മനസ്സ് നിന്നെ മറന്നിട്ടില്ലായിരുന്നു എന്നൊക്കെ സഞ്ജയ് പറയുന്ന സമയത്താകട്ടെ ഇതേ കാര്യങ്ങൾ മുത്തശ്ശി പറഞ്ഞതായിട്ടൊക്കെ അവളും ഓർക്കുകയാണ്. മാത്രമല്ല അവളും അതൊക്കെ സഞ്ജയ്ക്കും പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് സഞ്ജയും ആ ഒരു മാലയൊക്കെ സോളിന് ഇട്ട് കൊടുക്കുമ്പോഴാകട്ടെ 15 വർഷം മുമ്പ് എനിക്ക് ഈ മാലയൊക്കെ നീ ഇട്ട് തന്നപ്പോഴത്തേക്കും ആകെ കൈയൊക്കെ വിറച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാകട്ടെ നീ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഇട്ടും തന്നു. അല്ലെങ്കിൽ തന്നെ നീ എന്നെ കുറെ കാലം മറന്നൊക്കെ പോയതാണല്ലോ. പലരെയും നീ കണ്ടുമുട്ടിയിട്ടും ഉണ്ടാകും. മാത്രല്ല ഒരുപാട് ഡേറ്റിംഗ് റൂമേഴ്സ് ഒക്കെ നിന്റെ പേരിലും ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ സഞ്ജയുടെ അടുത്ത് സോൾ ചോദിക്കുമ്പോഴാകട്ടെ നിനക്കെന്താ അസൂയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളെയും കിസ് ചെയ്യുന്നു. അവളും ഇതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ കിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കും ഇനി ഒന്നും പറയുവാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരും ഇരിക്കുകയാണ്.
ഇപ്പോൾ ടൈസങ്ങിനെ കാണുവാനായിട്ട് അച്ഛനും എത്തിയിരിക്കുന്നു. യങ്സിന്റെ വണ്ടിയിൽ നിന്നും പല മാരകായുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആരെയോ കൊല്ലുവാനായിട്ടൊക്കെ അയാൾ പ്ലാൻ ചെയ്തതാണെന്നുമുള്ള കാര്യമൊക്കെ ടൈസങ്ങും അച്ഛനോട് പറയുകയാണ്. അല്ലെങ്കിലും ഇതിനു മുമ്പ് അയാൾ കൊലപാതകം ചെയ്ത സമയത്താകട്ടെ അയാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ വീണ്ടും കൊലപാതകമൊക്കെ ചെയ്യുമെന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. പക്ഷെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അയാൾ മരിച്ചത് നീ കാരണമല്ല. മാത്രമല്ല അയാൾ മരിക്കുവാനായിട്ട് വിധിക്കപ്പെട്ടവനായിരുന്നു എന്നൊക്കെയാണ് അച്ഛൻ അറിയിക്കുന്നത്. അതായത് ഇയാളെപ്പോലെ ഒരാൾ മരിച്ചത് കൊണ്ട് തന്നെ ശരിക്കും മരിക്കുവാനായിട്ട് വിധിക്കപ്പെട്ട മറ്റാരെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അച്ഛനും ടൈസിങ്ങിനെ സമാധാനപ്പെടുത്തുന്നു. ഇനി ഒരു മാസങ്ങൾക്ക് ശേഷമുള്ള മറ്റൊരു സീനൊക്കെ കാണിക്കുന്നു. സോളം ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിലൊക്കെയാണ് ഉള്ളത്. അവൾക്ക് ഒരുപാട് വർക്കൊക്കെ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. ഇന്നെന്തായാലും ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ നമുക്കിന്ന് മീറ്റ് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്നുമുള്ള കാര്യമൊക്കെ സഞ്ജയ്ക്കും അവൾ മെസ്സേജ് ആയിട്ട് അയക്കുന്നു. പക്ഷെ കുറച്ചു നേരം കൂടി കഴിയുമ്പോഴത്തേക്കുമാണ് അടുത്തുള്ള ആൾക്കാരൊക്കെ സഞ്ജയുടെ പേര് പറയുന്നതൊക്കെ അവളും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാകട്ടെ അവളുണ്ടായിരുന്ന അതേ റെസ്റ്റോറന്റിലൊക്കെ സഞ്ജയും എത്തിയിരിക്കുകയാണ്. സോളം സഞ്ജയ്ക്ക് മെസ്സേജ് അയക്കുമ്പോഴാകട്ടെ നിന്നെ കാണുവാനായിട്ടായിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സഞ്ജയും പറയുന്നു. പിന്നീട് അവനും കുറച്ച് മാറിയായിട്ട് മറ്റൊരു ടേബിളിലൊക്കെ പോയി ഇരിക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും സോളിന്റെ ഒരു ഓർഡർ ഒക്കെ വന്നിരിക്കുകയാണ്. സോളും ഞാനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സഞ്ജയുടെ പേരൊക്കെ ആയിരുന്നു സ്റ്റാഫും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സഞ്ജ തനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണെന്നൊക്കെ അവള് വിചാരിക്കുമ്പോഴത്തേക്കുമാണ് സഞ്ജയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ടേബിളിലേക്കൊക്കെ ഫുഡ് എത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. മാത്രമല്ല വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഫുഡൊക്കെ കഴിക്കുവാനായിട്ടായിരുന്നു സഞ്ജ അവളോട് പറയുന്നതും. എന്തായാലും അവിടെ ഇരുന്ന് വർക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന സോളും അവിടെ നിന്ന് പോകുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. സഞ്ജയും പിന്നാലെ പോകുവാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഫാൻസ് ഒക്കെ എത്തി അവനെയും തടയുന്നു. ഇപ്പോഴാകട്ടെ അവളും ഒരു ലൈബ്രറിയിലൊക്കെ വന്നിരിക്കുകയാണ്. സോൾ ഒരുപാട് തിരക്കിലായതുകൊണ്ട് തന്നെ സോളിനെ കാണുവാനായിട്ട് താൻ എത്തിയതാണെന്നാണ് സഞ്ജയും സോളിനോട് പറയുന്നത്. ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞാലോ എന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴാകട്ടെ എന്റെ ഫേസ് ഒക്കെ ഞാൻ മൊത്തത്തിൽ കവർ ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എന്നെ ആര് തിരിച്ചറിയുവാനാണെന്നൊക്കെയാണ് സഞ്ജയും ചോദിക്കുന്നത്. സോൾ വർക്ക് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴാകട്ടെ സഞ്ജയും വെറുതെ സോളിനെ തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. സോളും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും കോളേജിൽ വെച്ച് നമ്മളെ സീക്രട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ തുടർന്നവരല്ലേ. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഈ ഒരു സന്ദർഭമൊക്കെ ഓർക്കുമ്പോഴത്തേക്കും കോളേജ് ലൈഫിനെ കുറിച്ചാണ് ഞാനും ഓർത്തു പോകുന്നതെന്നാണ് സഞ്ജയും പറയുന്നത്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും ഇതെന്താ ഷൂട്ടിംഗ് സെറ്റ് ആണെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾക്ക് സീക്രട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വെളിയിലേക്ക് പോകാമെന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയും പറയുന്നു. മാത്രമല്ല സഞ്ജയുടെ പേരൊക്കെ നല്ല വ്യക്തമായിട്ട് അവൾ പറയുന്നുമുണ്ട്. അതൊക്കെ കേൾക്കുന്ന സോളാകട്ടെ ഇത് സഞ്ജ ഒന്നുമല്ല ഇതെന്റെ ചേട്ടനാണെന്നൊക്കെ പറഞ്ഞ് അവളോടും സംസാരിക്കുകയാണ്. പക്ഷെ അവൾക്കും അത് സഞ്ജ ആണെന്നുള്ള കാര്യമൊക്കെ ഉറപ്പായിരുന്നു. എന്തായാലും കൂടുതൽ പ്രശ്നമാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സോളും സഞ്ജനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. സോളം ഇനി എവിടെ പോയി വർക്ക് ചെയ്യുമെന്നൊക്കെ അറിയാതിരിക്കുകയാണ്. അതായത് വീട്ടിലിരിക്കുന്ന സമയത്താകട്ടെ വീട്ടിലെ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെ കണ്ട് കഴിയുമ്പോഴത്തേക്കും സോളം വർക്ക് ചെയ്യുന്ന കാര്യമെല്ലാം തന്നെ മറന്നു പോകുന്നതാണ്. അതുകൊണ്ടായിരുന്നു ഇതുപോലെ പല പല സ്ഥലത്തായിട്ട് വന്ന് വർക്കൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും തന്നെ നടന്നില്ലല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? നാളെ തന്നെ ഇതൊക്കെ എനിക്ക് അയച്ചു കൊടുക്കേണ്ടതാണെന്നൊക്കെ സോളം പറയുന്നു. അതൊക്കെ കേൾക്കുന്ന സഞ്ജയാകട്ടെ നിനക്ക് മനസ്സമാധാനമായിട്ട് ആരുടെയും ശല്യമില്ലാതെ വർക്ക് ചെയ്യുവാനായിട്ട് പറ്റിയ ഒരു സ്ഥലമൊക്കെ എന്റെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സഞ്ജയുടെ വീട്ടിലേക്ക് തന്നെയാണ് സോളിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. സഞ്ജയ്ക്ക് എപ്പോഴും സോളിന്റെ കൂടെ തന്നെ ഇരിക്കുവാനായിട്ടായിരിക്കും സോളിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സോളും ഓർക്കുകയാണ്. സോളിന്റെ വീടൊക്കെ കാണിക്കുകയാണ്. ചേട്ടനും ഒരു ഡ്രാമയിലൊക്കെ അഭിനയിക്കുവാനായിട്ട് അവസരം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രാമയൊക്കെ കാണുവാനായിട്ട് എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ചെറിയൊരു റോളൊക്കെ ആയിരിക്കുമല്ലോ അവനുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇത്രയ്ക്ക് എക്സൈറ്റ്മെന്റിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല എന്നൊക്കെ വീട്ടുകാരും അവനോട് പറയുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ അല്ല കാര്യങ്ങൾ. ഈ ഒരു ഡ്രാമയിലാകട്ടെ നായികയുടെ പണക്കാരനായിട്ടുള്ള ഒരു ഹസ്ബൻഡിന്റെ റോളൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അവനും പറയുന്നു. അങ്ങനെ വൈൽ മൈ ഹസ്ബൻഡ് ഈസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡ്രാമയൊക്കെ ടിവിയിലും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് സീനിൽ തന്നെ മുഖമൊക്കെ കെട്ടിവെച്ച് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ചേട്ടനെയൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും ചേട്ടന് വലിയൊരു റോളൊക്കെ കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരിയ്ക്കുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ അകത്ത് നായികയ്ക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്ന് അവരറിയുന്നത്. മാത്രമല്ല എന്റെ ഹസ്ബൻഡ് ജീവിതകാലം മുഴുവൻ ഇതുപോലെ കിടക്കുന്നതായിരിക്കുമെന്നൊക്കെയാണ് നായിക പറയുന്നത്. നായികയ്ക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും ചേട്ടന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആളും നായികനെ വഴക്ക് പറയുകയും കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നായികയുടെ മുഖത്തേക്ക് ഒഴിക്കുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ ചേട്ടന്റെ മുഖത്തേക്കൊക്കെ വന്ന് വീഴുകയും ചെയ്യുന്നു.
അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ അവസാനിക്കുമ്പോഴത്തേക്കും, "നീ ഏത് എപ്പിസോഡിലാണ് എണീറ്റ് വരുവാനായിട്ടൊക്കെ പോകുന്നത്? നീ മുഖത്ത് മുഴുവൻ ഇതുപോലെ കെട്ടൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നീയാണ് അതേന്ന് പലർക്കും മനസ്സിലാക്കുവാൻ പോലും സാധിക്കുകയില്ല. എന്തായാലും ട്വിസ്റ്റൊക്കെ എപ്പോഴാണ് സംഭവിക്കുക എന്നൊക്കെ അമ്മയും ചേട്ടന്റെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ ചേട്ടനാകട്ടെ, "ഞാൻ അവസാനത്തെ എപ്പിസോഡാക്കുമ്പോൾ മരിച്ചു പോകുന്നതാണ്. മരിക്കുന്നിടം വരെ ആ കട്ടിലിൽ അതുപോലെ തന്നെ കിടക്കുന്നതാണ് തന്റെ റോൾ" എന്നാണ് ചേട്ടൻ അറിയിക്കുന്നത്. ചേട്ടൻ ഒരുപാട് പ്രതീക്ഷയിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും വീട്ടുകാരും ചേട്ടനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഒന്നുമില്ലെങ്കിലും ഇതൊക്കെ അവന്റെ ആദ്യത്തെ ഡ്രാമയല്ലേ. ഇതൊക്കെ അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നല്ല നല്ല ഡ്രാമയിലൊക്കെ അഭിനയിക്കുവാനായിട്ടുള്ള അവസരവും അവന് ലഭിക്കുന്നതായിരിക്കുമെന്നാണ് വീട്ടുകാരും പറയുന്നത്. അവന്റെ മുഖം മൊത്തത്തിൽ കെട്ടിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ പോലും അവനെ കാണുവാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നുവെന്നും, അതുപോലെ തന്നെ മുഖത്തൊക്കെ വെള്ളം വീഴുന്ന സീനിൽ അവൻ കണ്ണ് പോലും ഒന്ന് ചിമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുമൊക്കെ ഹ്യുൻചു പറയുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഒരുപാട് പുകഴ്ത്തിക്ക് ഹ്യുൻചു സംസാരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഇവർ ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ച് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അമ്മയും ചിരിക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.